എല്ലാവർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം. ശബരിമലയും 18 പടികളും. 18 പടികളെക്കുറിച്ച് വിവിധങ്ങളായ വിശ്വാസങ്ങൾ നിലവിലുണ്ട്. 18 പടികൾ 18 മലകളുടെ പ്രതീകമായി കരുതുന്നു. കാന്തമല, ഗരുഡൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമല, ഗൽഗിമല, മാതംഗമല, മയിലാടുംമല, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, ശബരിമല. ഒരു സാധാരണ വിശ്വാസിക്ക് നടന്നു കയറാൻ അസാധ്യമായ ഈ മലകളെ ആരാധിക്കാൻ അവനു അവസരമൊരുക്കുന്നതാണ് 18-ാം പടിയെന്നു പറയുന്നു. അതല്ല, മോക്ഷപ്രാപ്തിക്കു മുമ്പ് മനുഷ്യന് പിന്നിടേണ്ട 18 ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്നും പറയുന്നു. അതനുസരിച്ച് ആദ്യത്തെ 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. അടുത്ത 8 പടികൾ അഷ്ടരാഗങ്ങളെ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഡംബ്, അസൂയ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അടുത്ത 3 പടികൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ ത്രിഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അവസാനം വരുന്ന 17, 18 പടികൾ വിദ്യയെയും അവിദ്യയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ പുണ്യപാപങ്ങളെ സ്വീകരിച്ചും തിരസ്കരിച്ചും മാത്രമേ ഒരുവന് ഈ ലോകമാകുന്ന മായയിൽ നിന്ന് മോചനം അഥവാ മോക്ഷം നേടാനാവൂ. ഇവ മാത്രമല്ല, 18 എന്ന അക്കത്തിന് ഹിന്ദു വിശ്വാസങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട്. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളാണുള്ളത്. കുരുക്ഷേത്രം 18 ദിവസം നീണ്ടുനിന്നു. പുരാണങ്ങൾ 18, 4 വേദങ്ങളും 8 ശാസ്ത്രങ്ങളും 5 ഇന്ദ്രിയങ്ങളും 3 ദേവതകളും ചേർന്നാലും 18. കളരിയിൽ 18 അടവുകൾ, സംഗീതത്തിലും 18 അടിസ്ഥാന ഉപകരണങ്ങളാണുള്ളത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആത്മാവ് തേടുന്ന വഴിയാണ് 18 പടികൾ. മകരവിളക്കുത്സവ എഴുന്നള്ളത്തിൽ ശ്രീധർമ്മശാസ്താവിനെ വണങ്ങാനെത്തുന്ന അയ്യപ്പസ്വാമിയുടെ സന്ദർഭത്തിലും പൊന്നു 18-ാം പടിയുടെ സാന്നിധ്യം ഉണ്ട്. 18-ാം പടിക്കു താഴെ നിലപാട് തറയിൽ അയ്യൻ ബാല്യകാലത്തു ശാസ്താവിനു മുൻപിൽ കളരി അഭ്യസിച്ചു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു. ഈ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് പുന്നമൂട്ടിൽ പിള്ളമാർ അയ്യന് വേണ്ടി തെക്കോട്ടു നോക്കി നിന്നുകൊണ്ട് നായാട്ടുവിളി വിളിക്കുന്നത്. എല്ലാവർക്കും ശ്രീധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണാം.